റൈറ്റിംഗിന്റെ മൂന്നാമത്തെ ടാസ്ക് ആണ് ഡിസ്ക്രൈബ് ഇമേജ്. സോ എന്താണ് ഡിസ്ക്രൈബ് ഇമേജ് എന്ന് നോക്കിയാലോ. നിങ്ങൾക്കൊരു ഇമേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. 25 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ഈ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ആ ഇമേജിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസ് നോട്ട് ചെയ്ത് വെക്കാം. 25 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബീപ്പ് ടോൺ കേൾക്കാം. ആ ബീപ്പ് ടോൺ കേൾക്കുമ്പോൾ നിങ്ങൾ ഇമേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ബാർഗ്രാഫ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ബാർഗ്രാഫ് എന്തിനെ പറ്റിയാണ്, അതിന്റെ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്തിനാണ് അഡ്രസ് ചെയ്യുന്നത്, അതിന്റെ ഹയർ വാല്യൂ അല്ലെങ്കിൽ ലോവർ വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ടൈം ടു ആൻസർ 40 സെക്കൻഡ്സ് ആണ്. പക്ഷേ ഒരു 30 to 35 സെക്കൻഡ്സ് എങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കോറിംഗ്, കോണ്ടന്റ്, പ്രൊനൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി, നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് ഇവിടെ ഇവാലുവേറ്റ് ആവുന്നത്. ഡിസ്ക്രൈബ് ഇമേജിന്റെ 2 ടിപ്സ് നോക്കിയാലോ. ഒന്നാമത്തെ ടിപ്പ്, ഫോക്കസ് ഓൺ ദ മെയിൻ ഇൻഫർമേഷൻ ഓഫ് ദ ഇമേജ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ബാർഗ്രാഫോ ലൈൻ ഗ്രാഫോ പൈ ചാർട്ടോ ചിലപ്പോൾ ഫ്ലോ ചാർട്ട്സ് ഒക്കെ ആകും. അപ്പൊ എന്താണ് ആ ഇമേജ് കൺവേ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ ഓർഗനൈസ് ചെയ്ത് പറയാന്നുള്ളതാണ്. അതായത് ആദ്യം ഒരു ജനറൽ കോണ്ടന്റ്, പിന്നെ അതിന്റെ മെയിൻ പോയിന്റ്, പിന്നെ കൺക്ലൂഷൻ.